ഇവിടെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു നമ്മുടെ ഭയങ്കര നോട്ടി കുട്ടി എന്നൊക്കെ പറയില്ല, ഇങ്ങനെ റെസ്റ്റ്ലെസ് ആണ്. പിന്നെ ഷുഗർ കഴിച്ചോണ്ട് ഹൈപ്പർ ആയതായിരിക്കും. 3 പേരുടെ ഷുഗർ കഴിച്ചു, ശിവതയുടെ കഴിച്ചു, ഷഹീനെ കഴിക്കണം. അപ്പൊ ഇത് ഒന്നാമത് എനർജി ലെവൽ കൂടുതലാണ്. അക്കൂടെ സ്വീറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കഴിക്കണം. നല്ല കുട്ടിയാട്ടോ, കഴിച്ചോളൂ. ഇനി ഞാൻ ഈ ഷൈൻ്റെ അടുത്ത് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് ക്യാരക്ടർ മാധ്യമ പ്രവർത്തകൻ ജീവൻ തോമസിന്റെ അടുത്ത് ചോദിക്കട്ടെ. ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ ഇതൊരു അന്വേഷണം ഇതെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും പോലീസാണ് പല കേസുകളും റിവീൽ ചെയ്യണത്, അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മാധ്യമ പ്രവർത്തകരും ഇതിനകത്ത് ഭയങ്കരമായിട്ട് എല്ലാ കാലത്തും മാധ്യമ പ്രവർത്തകരാണ് കേസ് ആദ്യം നടത്തുന്നത്. അതിനനുസരിച്ചല്ലേ പോലീസും അതിന് കോടതിയായാലും നടത്തുന്നത്. ആദ്യം ആരാ ന്യൂസ് കൊടുക്കുന്നത്? മാധ്യമ പ്രവർത്തകരാണ്. അതിനനുസരിച്ചല്ലേ പിന്നെ എല്ലാതും. അതെ, അത് മാറ്റാനുള്ള ധൈര്യം ആരെങ്കിലും കാണിച്ചിട്ടുണ്ട്? അപ്പൊ ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് അന്വേഷിച്ച് അതിന്റെ റിവീൽ അത് കേസ് ശരിക്കും കൺക്ലൂഡ് ചെയ്യണത് ഒരു ദിവസം കൊണ്ട് അന്വേഷിച്ച് തീരില്ല എന്ന് മനസ്സിലായില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല. ഒരു ദിവസം കൊണ്ട് വാർത്ത ഉണ്ടാക്കണം. ഇന്നാള് ചെയ്തു, ഇന്നാള് ചെയ്തില്ല. ബ്ലണ്ടർ ആൻഡ് ചീറ്റിംഗ്. നോ. അപ്പൊ അത് ഞാൻ തന്നെ ചെയ്യാം. ഷൈൻ ഒരുപാട് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരായിട്ട് കണക്റ്റഡ് ആണ് എപ്പോഴും. അപ്പം ഈ എന്താ പറയാ, ഒറിജിനൽ ആയിട്ടുള്ള ന്യൂസ് അല്ലെ ഫേക്ക് ന്യൂസും ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന മാധ്യമ ന്യൂസസ് ആർ ഓൾ ഫേക്ക് എന്ന് പറയാൻ പറ്റും. പക്ഷേ ചില സത്യമായിട്ടുള്ള ന്യൂസുകളുണ്ട്. അല്ലേ? കാശ് കൊടുക്കാതെ ഏതെങ്കിലും പത്രം വെക്കോ? പത്രം കിട്ടുമോ കാശ് കൊടുക്കാതെ? അത് കിട്ടില്ല. വാർത്തകൾ സത്യമല്ല, വാർത്തകൾ വെറും വാർത്തകളാണ്. അത് കാശ് കൊടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയാ. വിലപേശി ആളുകളുടെ കാശ് കൊടുക്കുക അല്ലേ? കൊണ്ട് കാര്യമില്ല. മാധ്യമ സർവീസ് അല്ലതൊന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ കുറ്റം പറയായിരുന്നു. പക്ഷെ ഇതൊരു ബിസിനസ്സാണ്. Absolutely a business. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ചില നമ്മുടെ സമൂഹത്തിൽ തന്നെ എന്ത് വാർത്തയാണ് നിങ്ങൾ അടുത്ത ഒരു മാസം കൊണ്ട് കേട്ടത്? അല്ല, ഇപ്പൊ നമ്മുടെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ചോദിക്കട്ടെ, ഒരു മാസം കൊണ്ട് സമൂഹത്തിൽ മുന്നേറാൻ പറ്റുന്ന എന്ത് വാർത്തയാണ് അതിൽ കൊടുത്തത്? തൃശ്ശൂർ പൂരം മുടങ്ങിയതാ, അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ ആൾക്കാരെ പ്രശ്നം പരിഹരിച്ചതാ? ആകെ കൂടി ആ വയനാട്ടിലെ പ്രശ്നം അത് അവര് കൈവിട്ടു. ഈ വാർത്ത വന്നപ്പോ അവിടെ കുറച്ച് രസമുള്ള വാർത്ത ഡെവലപ്പിംഗ് അല്ലേ? അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നിഷാദിക്ക അല്ല, ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും മീഡിയക്ക് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ട്. അങ്ങനെയല്ല, മീഡിയ അത് കുറച്ച് ഡെവലപ്പ് ചെയ്ത് ചില കാര്യങ്ങൾ ശരിക്കും അത് വലുതാക്കി കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ അവർ വലുതാക്കാതെയും വലുതാക്കി ചർച്ച ചെയ്യേണ്ടതും സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്നതുമായ ഒരു വാർത്തയില്ല. ഈ അങ്ങാടി കഥകളും ഷെഡിക്കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുക. കമ്പി വർത്തമാനം അല്ലേ? ഇത് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുട്ടികൾ അറിയാതെ നോക്കൂലേ നമ്മള്? ആ ഒരു മര്യാദയെങ്കിലും ഷഹീന്റെ അടുത്ത് ചോദിക്കുമ്പോ സൂക്ഷിച്ചു വേണം ചോദിക്കാൻ. അതെന്താ? അല്ലല്ലോ ചോദിച്ചു. അല്ല, ഞാൻ പ്രതികരിക്കും ചിലപ്പം. ഞാൻ ഷഹീനോടല്ലേ ചോദിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കുറെ ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ട ഒരാളാണ് ഷഹീൻ. ഇതുപോലെ തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ രീതിയിൽ അവരോടും ആൻസർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ലൈഫിൽ. ഇപ്പോൾ എന്താ ഷഹീനും അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ല, സാധാരണ ന്യൂസിന് അവർക്കൊരു നറേറ്റീവ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഒരു ഫാക്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്താലായിരിക്കും കൂടുതൽ എൻഗേജ്മെന്റ് വരിക എന്നൊരു അപ്രോച്ച്. അപ്പോൾ അത് നമുക്ക് ഈസിലി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സോ ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും കയറി പറയണം. നമുക്ക് ഒരു സ്ഥലത്തെ ഇത് പ്രൂവ് ചെയ്യാനുള്ളൂ, അത് കോർട്ടിലാണ്. അവിടെ നമുക്ക് തെളിവുകളും പ്രൂഫും കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഒരു വിധി വരുമ്പോൾ അതിന്റെ അപ്പുറം വേറെ അതാണ് പറഞ്ഞത്. അവരെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ വാർത്താ അവതരണം അല്ലേ? നമ്മുടെ വാർത്താ അവതരണം കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ട അവസ്ഥ. വാർത്ത തന്നെ മാറ്റണം എന്നാ ഞാൻ പറയാം. 2.5 മണിക്കൂർ കാണിച്ചിരുന്ന സാധനമല്ലേ 24 മണിക്കൂറായിട്ട് വലിച്ചിട്ട് അല്ലേ? ഞാൻ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടി വി കാണുന്നത് 1/2 മണിക്കൂർ വാർത്ത 7 to 7:30.
ഇപ്പൊ അത് മാറി ഫുൾ ടൈം 24 hours ന്യൂസ് ആണ്. വേണ്ടി ഉണ്ടാക്കണ്ടേ എത്ര ചാനൽസ്, എത്ര അത് ട്രഡീഷണൽ ചാനൽസ് അതെ, പിന്നെ ഓൺലൈൻ സോ ദാറ്റ് ഇസ് ഗുഡ് ബിസിനസ്. അവിടെ കാശ് ബിസിനസ് കിട്ടാതെ നടക്കുന്നുണ്ട്. കാശ് കിട്ടാതെ ഇത് ആരും തുടങ്ങില്ലല്ലോ ഇത്ര അധികം. ബിസിനസ് ഒരുപാട് അതിൽ നടക്കുന്നുണ്ട്. ശിവതക്കുട്ടി പറയൂ ശിവത. അതിലേക്ക് മാറൊന്നും വേണ്ട, വേറെ അതിലേക്ക് വാർത്തയിലേക്ക് മാറുന്നില്ല. ശിവത കുറച്ചു നേരം ബോറടിച്ചു. ശിവത പറയും. ഞാൻ ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാൻ താരസംഘടന അമ്മ. സംഘടന അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികൾ കൂടിയാലോചന നടത്തി. ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് കഴിഞ്ഞ ദിവസം നടി വിൻസി അലോഷ്യസ് പരാതി പറഞ്ഞത് നടൻ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ചാണെന്ന വിവരം പുറത്തുവന്നിരുന്നു. ഷൈനിനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടിക്കെതിരെ ലഹരി ഉപയോഗിച്ച് ഷൈൻ ടോം മോശം പെരുമാറ്റം നടത്തിയത്.